രാജ്യത്തെവിടെയും സഞ്ചരിക്കുവാനും അവന് ഇഷ്ടമുള്ള മതത്തിൽ പ്രവർത്തിക്കുവാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന ഉറപ്പു നൽകുന്ന ചില സത്യങ്ങൾ ഇല്ലാതാക്കുന്ന അവസ്ഥ വരുമ്പോൾ പ്രതികരിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആരും വരില്ല. പ്രതികരിക്കാൻ ഉത്തരവാദിത്വം അത് നമുക്കാണെന്ന് തിരിച്ചറിയരുത്. അത് ക്രൈസ്തവനാകണമെന്നില്ല, മറിച്ച് ഏത് മതത്തിൽപ്പെട്ടവനാണ്, ഏത് വർഗത്തിൽപ്പെട്ടവനാണ്, ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അത് അവർക്ക് വന്നാൽ മാത്രമേ ഞങ്ങൾ പ്രതികരിക്കൂ എന്നുള്ള ശബ്ദം മാറ്റി ഞാൻ ഇന്ത്യക്കാരാണെന്നുള്ള ഭാവം, ആ അഭിമാനം അതിന് മുറിവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു ക്രൈസ്തവ പ്രതിഷേധ സംഗമം മാത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ മണ്ണിൽ ഉറങ്ങുന്ന, സുസ്ഥിരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പൂർവികർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതനുഭവിക്കാനുള്ള അവകാശം നമ്മൾക്കാണെന്നും അത് കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്നും അത് ഏൽക്കുന്ന ഏതൊരു കളങ്കവും നമ്മൾ കേൾക്കുന്ന മുറിവാണെന്നും തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ പങ്കുകാരാകാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന നമ്മളെ പ്രതിഷേധ സംഗമമോ റാലിയും 5:45 ആരംഭിക്കാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഈ പ്രദേശം എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക്, ഈ പ്രതിഷേധ സംഗമത്തിലേക്ക്, റാലിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനം നമ്മൾ ഉദ്ഘാടനം ചെയ്ത്, ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പേരാവൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിന്റെ ആർച്ച് ബിഷപ്പ് ഷാജി തെക്കേമുറിയിലച്ഛനാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന്റെ വിശദീകരണവും മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഫിലിപ്പ് കബീരച്ഛനാണ്, നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് റാലിയായിട്ട് തുണ്ടി ടൗൺ സിറ്റി തിരിച്ച് ഇവിടെ തന്നെ വന്നാണെങ്കിലേക്കും നമ്മുടെ പ്രതിഷേധ റാലി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന വണ്ടികൾ വന്നിരിക്കുന്നവർ ദയവായി അതേവേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അത് ആരോടുമുള്ള പ്രതിഷേധമില്ല, മറിച്ച് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതാരാണെങ്കിലും എവിടെയാണെങ്കിലും പ്രതികരിക്കുമെന്നുള്ള മനോഭാവം, അല്ലെങ്കിൽ ആ ശബ്ദം നമുക്കുണ്ട് എന്ന്, നമ്മൾ ഉറങ്ങുകയല്ല എന്നുള്ള ആ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമ്മളെല്ലാം ഭാരതത്തിന്റെ മക്കളാണ്, ഒന്നാണ് എന്നുള്ള ചിന്ത വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ആ വാഹനം തൽക്കാലത്തേക്ക് പുറത്തെടുക്കുന്നതിന്റെ പേരിലാണ് ആ വാഹനം ഒന്ന് തിരിച്ചറിയാൻ പുറത്തേക്കാണ് ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാര് ദയവായി സ്റ്റേജിന് മുമ്പിലേക്ക് ഇവിടെ നിൽക്കുന്ന സ്ത്രീകളെ നടക്കുന്ന വലിയ യോഗങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ
മതപരിവർത്തനമെന്നുള്ള രണ്ട് ആരോപണങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലും മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ലാന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബുദ്ധിശീലമായിട്ടുള്ള ആളുകളുടെ ഒരു ആരോപണം. കാരണം 17 വർഷം സ്വാതന്ത്ര്യം കിട്ടി 70-ലധികം വർഷം കഴിഞ്ഞപ്പോൾ അന്ന് 2.3% ക്രൈസ്തവരിൽ നിന്ന് വളർന്നു വളർന്ന് 2.1% മാറി. വളർന്നു വളർന്ന് 2.3 എന്നുള്ളത് 2.1% മാറിയപ്പോൾ നമ്മൾ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്രൈസ്തവ മതവിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അത് ഭയങ്കരമായ ശക്തിയും ആത്മീയ ധൈര്യവും ആവശ്യമാണ്. കാരണം ക്രിസ്തുമസ് അങ്ങനെയാണ്. നിങ്ങൾ എന്നെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുരിശുമെടുത്തുകൊണ്ട് കഷ്ടപ്പാടുകൾ എടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വർഗത്തിനും ഒരു വിഭാഗത്തിനും പറ്റാത്ത കാര്യമാണ്. ഒരു കാലത്തടിച്ചാൽ മകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് നമ്മുടെ കൊടുത്ത് വരിക? മേലക്ക് ചോദിച്ചാൽ അവർ ഉടുപ്പ് ചോദിച്ചാൽ മേലക്ക് അടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ആരാണ് നമ്മുടെ കൊടുത്ത് വരിക? മറിച്ച് സ്നേഹത്തിന്റെ സന്ദേശം മാത്രം മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ദരിദ്രർക്ക് സുവിശേഷം ഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അന്ന് യേശു ജനിച്ചപ്പോൾ ആകാശത്തിൽ മാലാഖമാർ ഘോഷിച്ചതാണ്. സർവ്വലോകങ്ങൾക്കും വേണ്ടി സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് രക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. അത് സ്വീകരിക്കാൻ പറ്റാതെ ഒന്നുമില്ലാത്ത ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ അവരൊരു സഹായം ചെയ്തപ്പോൾ അതൊരു കുറ്റകരമാകുമെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയത് തിരിച്ചറിയുന്നത്. അതിനെപ്പറ്റി വിശദമായി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ശബ്ദം മറിച്ച് ഒരു നാടിന്റെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിനയിച്ചു. നിങ്ങൾക്ക് പ്രസംഗങ്ങൾ ഏത് കേട്ടില്ലെങ്കിൽ ഇതുപോലെ പ്രസംഗ യോഗങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവന്റെ പ്രശ്നമല്ലേ സംഭവമാകുന്നത്. അതിനുവേണ്ടി സത്യമുള്ള ഈ കാര്യം മറിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വളരെ വിശദമായി സംസാരിക്കുവാൻ കഴിയാത്തുള്ളത് ഈ യോഗപ്രസിദ്ധമായുള്ള നമ്മുടെ അഭിനയിച്ച് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് വികാരിയായിട്ടുള്ള ആർച്ച് ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും നിലവിട്ടും ആൾക്കാർക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യനാണ്. അതിന് അഭിപ്രായങ്ങളുമില്ല, റാങ്കുകളുമില്ല. മനുഷ്യനെ ആവശ്യമാണെന്ന് കണ്ടുപിടിച്ചാല് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സാധാരണ നമ്മൾ പള്ളികളിൽ നമ്മുടെ പാർട്ടി കൊണ്ട് പറ്റില്ല. അച്ഛൻ പള്ളികളിൽ എവിടെ കൊണ്ട് കിട്ടിയിട്ടുള്ള പാർട്ടി നമ്മൾ പാർട്ടിക്കല്ല സ്ഥലമല്ല ഇപ്പൊ ആവശ്യം. ചിലവിടെ അവിടെ കിടാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ല. അല്ല, മറിച്ച് എവിടെയെങ്കിലും നമ്മുടെ ആവശ്യം പാർട്ടികളായിട്ട് വന്നിരിക്കുന്നത് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം. അവനെ ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അവനെ ഞങ്ങളോടൊപ്പം നമ്മുടെ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഷാജി ചെറ്റോസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന സാറിനെ സ്വാഗതം ചെയ്യാൻ സ്ഥാപിക്കും. അതുപോലെ നമ്മുടെ പ്രതിഷേധ സ്വരമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടാളത്തോട് എത്തിച്ചേർന്നിട്ട് അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് ഇതിന് പ്രതിഷേധ സ്വരമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിയും അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരും ഏറ്റവും സ്നേഹം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും അതുപോലെ സന്യസ്തരെയും അതുപോലെ അന്മായപ്പെട്ട സ്ത്രീകളെയും അതുപോലെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൈസ് മീഡിയയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രതിനിധികളോട് ചേർന്നുള്ള അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ ആർച്ച് ബിഷപ്പ് മാത്യു തെക്കമ്പടി അച്ഛൻ, അതുപോലെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ
വിഷയങ്ങളിലും ധാർമ്മികമായ പിന്തുണയും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിലിപ്പ് കവീലച്ച, AKCCയുടെ ഫോറൻ ഡയറക്ടർ തോമസ് പട്ടാങ്കുളവച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റർ പാരഗൻ സിസ്റ്റർ, ശ്രീ യോണി തോമസ്, ശ്രീ ടോബിൻ മോഹൻ, ശ്രീ ജോൺസൺ പുള്ളങ്ങൽ, നമ്മുടെ ഫോറനിലെ വിവിധ സംഘടനാ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൂടി എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എന്തുവഴി ഇങ്ങനെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഛത്തീസ്ഗഡില് നമ്മുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ മിഷൻ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. കാരണം ആദ്യഘട്ടത്തിൽ സിസ്റ്റർമാർക്കെതിരെ ഇട്ട FIR അന്ന് വൈകിട്ട് തിരുത്തി മനുഷ്യരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്ന വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, കീഴ്ക്കോടതിയിൽ ജാമ്യത്തിന് ചെന്നപ്പോൾ കോടതി പറഞ്ഞു, ഇത് ജാമ്യം കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. വളരെ സെഷൻസിൽ പോയി ഇത് ഉച്ചയോടുകൂടി സെഷൻസ് കോടതിയിൽ പറഞ്ഞു, ഇത് ജാമ്യം കൊടുക്കുന്നതിനുള്ള അധികാരം ഞങ്ങൾക്കുമില്ല. ഇപ്പോൾ കേൾക്കുന്നത് ഇത് NIA കോടതിയിൽ പോകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ നമുക്ക് ഓർമ്മയുണ്ട്. കുടിവെള്ളം കുടിക്കുന്നതിന് സ്റ്റോ പോലും കൊടുക്കാതെ ജയിലിലിട്ട് പീഡിപ്പിച്ച് ആ മിഷണറിയെ കൊന്ന ചരിത്രം നമ്മളുടെ സഭയിലുണ്ട്. ഈ സിസ്റ്റർമാരെ വളരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമായി ജയിലടച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടുത്തെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഗുരുതരമായ പ്രശ്നമാണ്. അതായത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി പെൺകുട്ടികളെ ഈ സംസ്ഥാനത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്ന സിസ്റ്റർമാർക്ക് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്താണ് അവർക്ക് നേടുവാനുള്ളത്? അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കത്തോലിക്ക ക്രിസ്തീയ സമുദായത്തിനെതിരെയുള്ള വലിയ ഒരു ഗൂഢാലോചന ഇന്ത്യയിൽ മുഴുവൻ നടക്കുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് ആശ്വസിക്കാനുള്ള പ്രധാന ഒരു കാര്യമുണ്ട്. ഇന്നിവിടെ കേരളത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരു പാർട്ടി ഒഴികെ, ഇന്ന് ഈ സിസ്റ്റർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ മുഴുവൻ ഇത് വലിയ സംസാര വിഷയമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ, രാജ്യസഭയിൽ വലിയ വലിയ വാക്കുവാദങ്ങൾ നടക്കുന്നു. ഗവൺമെന്റ് സത്യത്തിൽ ഇപ്പോൾ പ്രതികൂട്ടായിരിക്കുകയാണ്. നമ്മളുടെ ഈ പ്രതിഷേധം ശക്തമായി നാം പ്രതിഷേധിക്കണം. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കരുതലായും പ്രതിഷേധം നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം അഭിവൃദ്ധി പിതാവ് മാർ ജോസഫ് പിതാവാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്.
ജനാധിപത്യ രാഷ്ട്രത്തില് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മൾ മൗനം പാലിച്ചാൽ ഇതിലും വലിയ അപകടങ്ങൾ നമ്മുടെ തലയിലും നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസത്തിന്റെ മുകളിലും വന്നു ഭവിക്കുമെന്നുള്ള തിരിച്ചറിവുള്ളവരുടെ സംഘമാണിതെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഞാനത് പറയുമ്പോൾ ഛത്തീസ്ഗഡില് തുറന്നുകളാക്കിപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട 2 സഹോദരിമാരുണ്ട്. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വലിയ നീക്കമുണ്ടാവില്ല. കാരണം അവർ തങ്ങളുടെ മണവാളനായി വിളിച്ചവന്റെ ക്രിസ്തുവിനെ പ്രതി അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ പ്രതി വേദനിക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങള് കേരളക്കരയിലെ ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളും യേശുവിശ്വാസികളും നൊമ്പരപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അകാരണമായ ആരോപണങ്ങൾ, ഗൂഢാലോചനയുടെ ഫലമായി ക്രൈസ്തവതയെ അടിച്ചമർത്താനും കരുതിച്ചു കാണിക്കുവാനും ഈ സമർപ്പിത സമൂഹം ഭാരതത്തിന് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും നമസ്കരിച്ചുകൊണ്ട് വളരെ നീചമായ രീതിയിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വളരെ ഗൗരവമായ കുറ്റമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. ഇതിനൊക്കെയാണ് പറയുന്നത് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ സ്വരമുയർത്തിയില്ല എന്നത് നമ്മൾക്ക് മാത്രമല്ല, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു നിലയും വിലയും ഉണ്ടാവില്ല, ജീവിക്കാൻ തന്നെ സാധിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അകാരണമായി തുറന്നുകളയ്ക്കപ്പെട്ട ഈ സഹോദരിമാരെ മോചിപ്പിക്കുക, അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവന് അവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും മതാനുഷ്ഠാനവും മതവിശ്വാസവും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും അതുപോലെ അവന്റെ വിശ്വാസം സംരക്ഷിക്കാനുള്ള സാഹചര്യവും ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഇന്ന് വൈകുന്നേരം 6:30 ശേഷമാണ് ഈ മീറ്റിംഗ് പ്രകാരം നടത്താമെന്നൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുന്നതും മെസ്സേജുകൾ അയക്കുന്നതും. ഇവിടെ ഇത്രയും അധികം ആളുകൾ ഇവിടെ വന്നിറങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംഘടനയാണ് സൂചിപ്പിക്കുന്നത്, അത് നമ്മളുടെ കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്, അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വന്നിറങ്ങുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് സഭയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരുമിച്ച് നിന്നാൽ ഈ ഭരണാധികാരികൾ എണ്ണുറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ പ്രോഗ്രാമിങ്ങിനെയാണ് പൗരച്ചനെയും വിഷയം ഒന്നുകൂടി നമ്മളെ വിവരിച്ചു പറയും. അതിനുശേഷം സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് സിസ്റ്റേഴ്സ് നടന്നുകൊണ്ട് സിസ്റ്റർ സംസാരിക്കും. പിന്നെ നമ്മുടെ KKCC-യുടെ മേഖല സംസാരിക്കും. പിന്നീട് 2 പ്രമേയ അവതരണങ്ങൾ. അതിൽ ഒന്ന് ഈ മേഖലയുടെ എല്ലാ ഭക്ത സംഘടനകളുടെയും പ്രസിഡന്റുമാരിലെ ഉത്തരവാദിത്ത ഭാരവാഹികൾ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഒരാള് അവർക്ക് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ടവർ ചുറ്റി മെഴുകുതിരി തെളിച്ചുകൊണ്ട് നമ്മളൊരു പ്രദർശനം കൂടിയുണ്ട്. പ്രദർശനമല്ല, പ്രതിഷേധസൂചകമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കണ്ണുനീർ വാർത്തുകൊണ്ടുള്ള വേദനിക്കുന്ന ഒരു റാലിയാണ്. തിരികെ നമ്മുടെ കയ്യിലുണ്ടാവും. മഴ പെയ്തേക്കാം, മഴ പെയ്താൽ നമ്മൾ അറിയും. നമ്മുടെ ആത്മമാർ ഇവിടെ വന്ന് മഞ്ഞും മഴയും വെളിയും കൊണ്ടതിന് ബാക്കി മനോഹരമായ ദേവാലയ അംഗവും നമ്മളാണ് നിൽക്കുന്നത്. ജീവിച്ചിരുന്ന നമ്മുടെ മനസ്സിലാകട്ടെ. ഇന്ന് നമ്മൾക്ക് നേരത്തെ വീട്ടിൽ പോകാൻ വേണ്ടി യാതൊരു തിരക്കുമില്ല. കാരണം നമ്മുടെ 2 സഹോദരന്മാർ വേദനിച്ച് പ്രയാസപ്പെട്ട് പ്രാർത്ഥനയോടുകൂടി കേരളക്കര മുഴുവൻ കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ. അതുകൊണ്ട് അവസാനത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് നന്ദിയും പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ തിരിച്ചു പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വൈദികര്, നിങ്ങളുടെ ഇടവകയിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചു തോന്നുന്നത് ഇതിന്റെ എല്ലാ സംഘടനാ ഭാരവാഹികളും അവസരോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചത്, അതിന് നേതൃത്വം കൊടുക്കുന്ന KKCC-ക്ക് എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ
എന്തിനാ അസ്വസ്ഥതപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ മറുപടിയാണ് അവരോട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ കിടന്ന് ഒരുമിച്ച് കൂടിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നു. ഈ തോന്നല് ഭരണകൂടത്തിന്റെ ആൾക്കാർക്ക്, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ വിജയിക്കണം. ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് കേവലം ചെറിയൊരു മീറ്റിംഗ് മാത്രമാണ്, പ്രതിഷേധം മാത്രമാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അത് കവിളിച്ച് പറയും, കേരളക്കാരെ മുഴുവൻ കത്തിച്ചൊലിക്കും, യാതൊരു സംശയവുമില്ല. വിശ്വാസികളാകും പണ്ടാളുകളും പറഞ്ഞു, അച്ഛന്മാരും എത്രമാരും പറഞ്ഞ ആരും വാർത്തയിലായിരുന്നു. അവരുടെയൊക്കെ കണ്ണു തുറക്കും. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും ജയിലിൽ കിടക്കുന്ന സിസ്റ്റേഴ്സിനോടും അവരുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അവരുടെ സന്യാസ സഭയിൽപ്പെട്ട എല്ലാ സഹോദരിമാരോടുമുള്ള നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ റാലിയും ഈ പൊതുയോഗവും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി, നമ്മുടെ ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഛത്തീസ്ഗഡിലെ ദുർഗയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട 2 സഹോദരിമാരായ മിഷണറിമാരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പേരാവൂർ ഫൊറോന കൗൺസിലിന്റെയും പേരാവൂർ മേഖല കത്തോലിക്ക കോൺഗ്രസിന്റെയും അതുപോലെ നമ്മുടെ വിവിധ സംഘടനകളുടെയും സംയുക്തമായ ആഭിമുഖ്യത്തില് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ പേരാവൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ ആരാധനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോർജ് സാറെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും കരുത്തായി നമുക്ക് നേതൃത്വം നൽകുന്ന ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഫാദർ മാത്യു തെക്കേമുറി അച്ഛ, നമുക്കെല്ലാവർക്കും സ്വാഗതം അരുളിയ ഓ മാത്യു സാറെ, അതുപോലെ പേരാവൂർ ഫൊറോനയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയനായ ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട മാത്യു പട്ടാങ്കുളച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സീനിയർ വൈദികരടക്കം എല്ലാവരും പാർലമെന്റ് പ്രസിഡന്റാകാൻ ഉണ്ടായിരുന്നു. അതുപോലെ കാക്കാട്ടച്ചനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെ, ഫിലിപ്പ് കാക്കാട്ടച്ചനൊക്കെ ഉണ്ട്. എല്ലാ വൈദികരെ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലമ്മ സമാനകർ സിസ്റ്ററെ, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ, ബഹുമാനപ്പെട്ട ജോണി തോമസ് വടക്കേക്കര സാറ്, ജോണി സാറ് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിലെ ഗ്ലോബൽ റിസോഴ്സ് ടീമിന്റെ മെമ്പർ കൂടിയാണ്. അതുപോലെ നമ്മുടെ അതിരൂപതയുടെ ജാഗ്രതാ സമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. അതുപോലെ ശ്രീ മിഷൻ ലീഗിന്റെ പേരാവൂർ മേഖല പ്രസിഡന്റ് ജോസിൻ സൺഡേ സ്കൂൾ മേഖല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺസൺ പൊട്ടന്നൂർ സാറെ, ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മറ്റ് സംഘടനകളുടെ ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയ നാട്ടുകാരെ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം അറിയാം. സാധാരണ നമ്മൾ അവിടെ ആ പള്ളിക്കകത്താണ് കൂടുന്നത്. ആ പള്ളിക്കകത്ത് നമ്മൾ കൂടുന്നത് എന്തിനാണ്? നമ്മൾ ആരാധിക്കാൻ വേണ്ടിയാണ് കൂടുന്നത്. ആരെ ആരാധിക്കാനാണ് നമ്മൾ കൂടുന്നത്? നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിനെ ആരാധിക്കാനാണ് നമ്മൾ കൂടുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് പള്ളിക്ക് പുറത്ത് ഇങ്ങനെ ഈ പൊതുവേദിയിൽ കൂടിയിരിക്കുന്നു? ഈ ആരാധനയുടെ അനുരണനങ്ങളാണ് ഇതിന് കാരണമെന്ന് ഞാൻ പറയും. നമ്മുടെ ആരാധന നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ചെന്നെത്തിക്കുന്നത് ദൈവത്തിന്റെ മക്കളായ മനുഷ്യ മക്കളെ ഓരോരുത്തരെയും സ്നേഹിക്കണമെന്ന വലിയ വിശ്വമാനവിക തത്വത്തിലേക്കാണ്. ഈ സ്നേഹത്തിന്റെ തത്വം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്
രേഖകളുണ്ട്. അന്നേരെ അവര് ബജറംഗ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഈ രാജ്യത്തിന് ഭീഷണിയായിരിക്കുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ഭീകര സംഘടനയുടെ ആളുകൾ വിളിച്ചു വരുത്തി. തുടർന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മുടെ ടിവിയിൽ കണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരുടെ മുഖത്തടിക്കാൻ കഴിയുമെന്ന ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടയായ ഒരു സ്ത്രീയുടെ മുഖം നമ്മളിവിടെ കണ്ടു. ഇന്നും അതിനുശേഷം അവർ പറയുന്നത് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കോടതിക്ക് മുമ്പിൽ വെച്ച് ഒരു ജനക്കൂട്ടം ആക്രോശിക്കുന്നത് കണ്ടു. പാവപ്പെട്ട രണ്ട് സിസ്റ്റർമാരെ ഹൈക്കോടതി വിചാരണ നടത്തിയിട്ടും പോലീസുകാര് നിയമമാക്കേണ്ട ഈ നാട്ടില് നീതി നടത്തുന്ന പോലീസ് അധികാരികളെ നോക്കുകുത്തിയായിട്ട് നിന്നു. അവർ ചിന്തിക്കാത്ത വിധത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി അവരെ കട്ടുടങ്ങി അടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? നീതിയും സമാധാനവും വാഴുന്ന ഈ ജനാധിപത്യം കുടിയേറ്റി വാഴുന്ന ഇന്ത്യയിലാണോ? 1947 മുമ്പിലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേരെ നമ്മളൊക്കെ അടിമകളാണെന്ന്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇന്ന് ഈ രാജ്യത്ത് ഇതാണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറയും നമ്മളൊക്കെ അടിമത്തത്തിൽ തന്നെയാണ്. ആരുടെ അടിമത്തത്തിന്? വർഗീയതയുടെ അടിമത്തത്തിന്, വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന വിഭാഗീയതയുടെ വക്താക്കൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഇനിയും കാലഘട്ടമായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ മഹോന്നതമായ ഭരണഘടനയാണ്. എന്താണതിന് കാരണം? അതിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശമാണുള്ളത്. വളരെ പ്രത്യേകമായിട്ട് 25ാം ആർട്ടിക്കിൾ നമ്മൾ വായിച്ചു നോക്കണം. ഭരണഘടനയുടെ 25ാം അനുച്ഛേദത്തിലെ ആർട്ടിക്കിളില് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ പൗരന് അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അവന് ഇഷ്ടമുള്ള മതം പ്രാക്ടീസ് ചെയ്യാം, പ്രാവർത്തികമായിട്ട് ജീവിക്കാം, അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഈ ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിന്ന് മാറ്റിമറിക്കുവാൻ ചില താൽപര്യകക്ഷികൾ പരിശ്രമിക്കുന്നതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, നിങ്ങളിത് പർവ്വതീകരിക്കരുത്. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന മാമോദീസ വെള്ളം തടയുന്ന ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. അവരെ അവർക്ക് ലജ്ജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒഡീഷയില് ഗ്രാമസ്ഥയിലെയും രണ്ട് കുഞ്ഞുങ്ങളെയും പറിച്ചിട്ട് ഒരു വാഹനത്തിലിട്ട് കത്തിച്ചപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ക്രൈസ്തവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും അത് എതിർക്കുകയില്ല, ഇതിവിടെ നിൽക്കുകയില്ല. കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളില് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഹ്വാനമനുസരിച്ച് ഇന്നലെയും ഇന്നുമായി പ്രതിഷേധ സ്വരങ്ങൾ നടന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. നീതി ലഭിക്കുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം തുടരും. നമ്മുടെ സഹോദരന്മാരുടെ കൂടെ നമ്മളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ അങ്കമാലിയിലുള്ള സിസ്റ്ററിന്റെ വീട്ടിൽ ഞാൻ പോയി. അഭിനന്ദ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തണ്ടൽ പിതാവും അഭിനന്ദ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മീഡിയ കമ്മീഷൻ ചെയർമാൻ അഭിനന്ദ തോമസ് തറയിൽ പിതാവും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ കരച്ചിലിന് മുമ്പിൽ അഭിനന്ദ പിതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ആ മാതാപിതാക്കള് വേദനയോട് പറഞ്ഞു, അഭിനന്ദ പിതാവേ, എന്റെ മക്കളെ, എന്റെ മകളെ രക്ഷിക്കാം. അവൾ ഈ സഭയ്ക്ക് വേണ്ടി ഉത്തരേന്ത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഈശോ മിശിഹായെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ച് ഒന്നുകൊണ്ട് മാത്രമാണ്. അവളെ രക്ഷിക്കണമെന്ന് ആ മാതാപിതാക്കൾ പിതാവിന്റെ കൈയിട്ട് പിടിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അഭിനന്ദ പിതാക്കന്മാരെ പറഞ്ഞു, ഇവനെ ഒരു ക്രിസ്ത്യാനികളും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം വരെ നമ്മൾ പോരാടും. നമ്മുടെ സഹോദരിമാരെ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ആ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഉടുപ്പിട്ട് നിൽക്കുന്ന
ഞങ്ങളെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ സാധിക്കും, പക്ഷെ ഞങ്ങൾ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ സന്യാസിമാരുടെ, ഈ ക്രൈസ്തവരുടെ നെഞ്ചിൻ കൂടെ ജ്വലിച്ചു നിൽക്കുന്നത് ഈശോയുടെ സ്നേഹമൊന്നു മാത്രമാണ്. ഞങ്ങളെ നിങ്ങൾ തല്ലിക്കൊന്നാലും ഞങ്ങളുടെ കഴുത്ത് വെട്ടിയാലും ഞങ്ങൾ നാളെയും നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ സന്യാസികളുടെ തടഞ്ഞ നിങ്ങളുടെ കൈകളെ ഞങ്ങൾ ചുംബിക്കും. നിങ്ങൾ ഞങ്ങൾ ശുശ്രൂഷിക്കും. കാരണം അതാണ് ഞങ്ങളുടെ സുവിശേഷവൽക്കരണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ക്രൈസ്തവ സന്യാസികള്, ക്രൈസ്തവ മിഷണറിമാര് ഈ രാജ്യത്തെ പടുത്തുയർത്താൻ ചെയ്ത ചരിത്ര പാഠങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. വെറ്ററൻസുകളോ പോലെയുള്ള തീവ്ര ഹിന്ദു സ്വഭാവമുള്ള സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാടിനെ പടുത്തുയർത്താൻ മാനുഷികമായ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു പ്രവർത്തിയെങ്കിലും കാണിച്ചു തരിക. മറ്റു മതത്തിൽപ്പെട്ട എത്ര പേരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സഹോദരിമാര്, ക്രൈസ്തവ മിഷണറിമാര് മതം നോക്കിയല്ല ആളുകളെ സംരക്ഷിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളുകളിൽ പഠിച്ച വിദ്യാഭ്യാസം നേടിയ മന്ത്രിമാരുൾപ്പെട്ട നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേരെ ഞങ്ങൾ മതം മാറ്റി? ഇന്നലെ ഒരു ചാനലിൽ ഇരുന്ന് ഒരു VHPയുടെ വക്താവ് എന്നോട് തർക്കിച്ചു. അദ്ദേഹം പറഞ്ഞു, 1968 തൊട്ട് നിങ്ങൾ മതം മാറ്റാൻ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പ്രിയ സഹോദര, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കുക. ഇന്ന് 2025 ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എത്ര ക്രൈസ്തവരുണ്ടെന്ന് നിങ്ങൾ നോക്കുക. എന്റെ ക്രൈസ്തവരുടെ എണ്ണം കൂടാത്തത്? ഞങ്ങൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെ എല്ലാവരെയും, ഹിന്ദുക്കളെ ഞാൻ പൊതുവായിട്ട് പറയുന്നില്ല, ഈ തീവ്ര സ്വഭാവമുള്ള തീവ്രവാദികളെയൊക്കെ മതം മാറ്റുകയായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ എണ്ണം എത്രയോ അധികമായിരുന്നു. ഞങ്ങൾ മതം മാറ്റും. എന്ത് മതമാണ് മാറ്റുന്നത്? നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾ മാറ്റും. അത് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ദൈവമായ ഈശോ മിശിഹ ഞങ്ങളെ പഠിപ്പിച്ച മതമാണ്. അത് സ്നേഹത്തിന്റെ മതമാണ്. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങൾ പഠിപ്പിക്കും. വിദ്വേഷമുള്ളത് സ്നേഹത്തിന്റെ മാലാഖമാരായിട്ട് ഞങ്ങളുടെ സഹോദരിമാർ അവതരിക്കും. ഞങ്ങളുടെ പുരോഹിതന്മാർ പാവപ്പെട്ടവരെ കൈപിടിച്ച് അവരെ ഉയർത്തും. ആ മതമാറ്റം ഞങ്ങൾ തുടരും. അത് ഞങ്ങളുടെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ പോരുന്ന വഴിക്ക് UK നിന്ന് ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ യൂത്ത് കൗൺസിലിന്റെ അംഗം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ, 2 ദിവസത്തിനുള്ളിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ MP-മാർ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അവിടെ ഈ വിഷയം ഞാൻ ഉന്നയിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ലിയോൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. ലിയോണെ തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കണം, ലോകം മുഴുവൻ അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അസംഘടിതരൊന്നുമല്ല. 44 രാജ്യങ്ങളില് കത്തോലിക്ക കോൺഗ്രസ് എന്ന ശിരോമലബാർ സ്വകാര്യ സംഘടന അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബ്രിട്ടനിലും ജർമ്മനിയിലും ഇറ്റലിയിലും അമേരിക്കയിലും എന്തിനുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും അതിശക്തമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മുടെ മഹാരാജ്യങ്ങളെ ക്രൈസ്തവരോട് കാണിക്കുന്ന അനീതി നമുക്ക് ആരുടെയും അന്യായമായിട്ടുള്ള
കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ അവർ സ്വന്തമായി ചിന്തിക്കും. വിദ്യാഭ്യാസം ലഭിച്ചാൽ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഉയരാൻ ഇടവരുന്ന വിധത്തിലുള്ള ജോലികൾ ലഭിക്കും. അവരുടെ അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തു കിടക്കും. പാവപ്പെട്ട ജനതയെ എപ്പോഴും അടിമകളായി, അധികാരായി, കൂലികളായിട്ട് ഈ മേലാളന്മാർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ തീവ്ര ചിന്താഗതികളൊക്കെ പിന്നിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തവർ എവിടെയുണ്ടെങ്കിലും ആ നാട്ടിൽ പുരോഗതി ഉണ്ടായിരിക്കും. കാരണം ക്രൈസ്തവർക്ക് അങ്ങനെയേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന്റെ ചരിത്രം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വരേണ്യവർഗങ്ങൾക്ക് മാത്രമായി ഗവൺമെന്റ് ജോലികൾ മാറ്റിവെച്ചിരുന്ന ഒരു കാലഘട്ടത്തില് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ അൽമായ നേതാക്കൾ ഇടപെട്ടിട്ടാണ് എല്ലാവർക്കും ഇന്ന് ഹിന്ദുക്കൾക്ക്, ഈഴവർക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഒക്കെ ഗവൺമെന്റ് ജോലികൾ പ്രാപ്യമായതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഷെവലിയർ പരീത് കുഞ്ഞിത്തമ്മൻ എന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ ആത്മായ നേതാവിന്റെ ഇടപെടലിലൂടെയാണ് ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന് ലഭിച്ചത് നമ്മളിൽ എത്ര പേർക്കറിയാം? പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കള് ഈ കാര്യത്തിന് നമ്മുടെ സന്യാസിനികളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. കേരളമെമ്പാടുമുള്ള എല്ലാ ഇടവകളിലും, ഞാൻ പറയും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തരായ ആത്മായ നേതാക്കളുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ലോകം മുഴുവൻ ഈ പ്രതിഷേധം നമ്മൾ പടർത്തിക്കൊണ്ടേയിരിക്കും, നീതി ലഭിക്കുന്നത് വരെ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചില മാമോദീസ വെള്ളം വീണ ക്രൈസ്തവ നാമധാരികളായ അഭിനവ യുദാസുമാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ അനീതിക്കെതിരെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ നമ്മളെ നിങ്ങൾ കേക്ക് തിന്നാൻ പോയില്ലേ, നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ പോയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കുന്ന അഭിനവ യുദാസുമാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നു. ഇവിടെ ജനാധിപത്യപരമായിട്ട് അധികാരത്തിൽ വന്നവരോടല്ലാതെ ആരോടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവലാതികളും പരാതികളും പറയേണ്ടത്? ഈ നാട്ടിലെ പ്രധാനമന്ത്രിയോടല്ലാതെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോടാണോ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കേണ്ടത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്കി കാണിച്ചുള്ള പേടിപ്പികളൊന്നും കാത്തോലിക്കരോട്, മിഷണറിമാരോട്, ക്രൈസ്തവ ജനതയോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ, ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു ജനതയാണ് ക്രൈസ്തവര്. ഞങ്ങളെ പ്രലോഭിതരാകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒരിക്കൽ കൂടി നമ്മുടെ സന്യാസിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്നത് വരെ അവർക്ക് വേണ്ടി പൊരുതും. ഇത് നമ്മളുടെ ധർമ്മസമരമാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സമരം വിജയിക്കുന്നത് വരെ ഒരു മനസ്സോടെ, ഒറ്റക്കെട്ടോടെ നമുക്ക് പോരാടാം. വിജയം സത്യത്തിനായിരിക്കും. ജയ് കത്തോലിക്ക കോൺഗ്രസ്. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി അവര് അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ട് അതിനെതിരെയുള്ള പ്രതിഷേധവും അവരെ വിമോചിപ്പിക്കുകയും അതോടൊപ്പം ഈ സംഭവം നമ്മുടെ ഭാരത ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇനി ഇപ്രകാരമുള്ള അകാരണമായ സംഭവങ്ങളൊന്നും നടക്കാതിരിക്കുവാനുള്ള നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും അപ്രകാരം സംഭവിച്ചാൽ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ക്രൈസ്തവ ജനത തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവുമാണ് നമ്മുടെ ഇവിടുത്തെ സമ്മേളനവും അതുപോലെ നമ്മുടെ അതിരൂപതയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഇപ്രകാരം നടത്തപ്പെടുന്ന ഈ പ്രതിഷേധ സമ്മേളനങ്ങളും റാലിയും ഒക്കെ. ഇവിടെയുള്ള തടവറയിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന
നമ്മുടെ രൂപതാംഗമാണ് എന്നുള്ളത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഒത്തിരി ഇടവകയിൽപ്പെട്ടതാണ്. അവിടുത്തെ വികാരിയച്ഛനും ആസസിന്റെ സഹോദരന്മാരും ഒക്കെ ഇപ്പോഴ് അവിടെയാണ് ഉള്ളത്. അപ്പൊ ഇന്ന് ആ വികാരിയച്ഛനുമായിട്ട് ഞാൻ ഉച്ചകഴിഞ്ഞ ഫോണിൽ സംസാരിച്ചപ്പോഴേ അവര് ഈ 2 സഹോദരിമാരെയും ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ അവര് പൊട്ടിക്കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അത്യന്തം ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് അവിടെ നൽകപ്പെടുന്നത് എന്ന് നേരിട്ട് കണ്ടത് ആ വൈദ്യൻ എന്നോട് പങ്കുവെച്ചത് നിങ്ങളോട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കൂടുതൽ ഇവിടെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇതിനെതിരെ ശക്തിയുക്തം നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ക്രൈസ്തവർ എവിടെ പീഡനത്തിന് സാഹചര്യമുണ്ടായാലും അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറും എന്നുള്ള ആ ഒരു ദൃഢമായ ബോധ്യവും പ്രഖ്യാപനവും നടത്തിക്കൊണ്ട് അതോടൊപ്പം ഇനി തുടർന്ന് റാലിയും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ അവരുടെ വിമോചനവും അതോടൊപ്പം തന്നെ ഇനി ഇപ്രകാരമുള്ള പീഡനങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഒരിടത്തും ഉണ്ടാകാതിരിക്കുവാനുള്ള നമ്മുടെ പ്രാർത്ഥനയായി നമ്മളുടെ ഈ റാലിയും ത്യാഗവും ഒക്കെ സമർപ്പിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടി തയ്യാറായി ഇവിടെ വന്ന എല്ലാവരെയും പ്രത്യേകം അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒത്തിരി നന്ദി തോമസ് കട്ടാമച്ച. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ മഹാകർമ്മത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് സാറെ, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഞങ്ങളുടെ ആർച്ച് പ്രീസ്റ്റ് വികാരിയച്ഛൻ സെന്റ് ജോസഫ്സ് മേഖല ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിന്റെ വികാരിയച്ഛനായ ഫാദർ മാത്യു തെക്കേമലിയച്ഛ സംസാരിച്ച് തീർന്നിട്ടും വികാരം തീരാത്തതുപോലെ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് കവിയൽ അച്ഛ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, മറ്റു വൈദികരെ, ഞാനിതൊരു ഭാഗ്യപ്പെട്ട പാപമായി കണ്ടോട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശഭവനിൽ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ മക്കള് ആ ചെന്നൈ ഭാഗത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോയിട്ട്, അതും അമ്മയുടെ താലിയൊക്കെ വിറ്റ് പഠിക്കാൻ പോയിട്ട് 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ റാഗിങ്ങിന്റെ ദുരന്തം കൊണ്ട് തറപറ്റി തിരിച്ചു വന്നിട്ട് ഭ്രാന്തി പിടിച്ച മക്കളെ പോലെ എന്റെ മുന്നിൽ വന്നിരുന്നപ്പോ അന്നത്തെ സന്ദേശഭവന്റെ ഡയറക്ടർ അച്ഛൻ കരുണാട്ടച്ഛന്റെ അടുത്ത് ചെന്ന് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ വിദഗ്ധമായ രീതിയിൽ കരുണാട്ടച്ഛൻ അന്നത്തെ വൈസ് ചാൻസലർക്ക് ഒരു കംപ്ലൈന്റായി കത്തെഴുതി വികാരനിർഭരമായ ഭാഷയിൽ ചെറിയ ഒരു പരിഹാസത്തോടെ എന്ന് വേണം പറയാൻ നിങ്ങൾക്ക് മറുപടി വന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു: കോളേജിലെത്തുന്ന, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെത്തുന്ന കുട്ടികൾ വളരണമെങ്കിൽ അവർ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. എനിക്ക് മനസ്സ് വന്നു. ഞാൻ ചാപ്പലിൽ പോയി ഇത്തിരി നേരം ഇരുന്നിട്ട് ഞാൻ ഓർത്തു, ദൈവമേ, ഈ വരുന്ന മക്കളോട്, ഈ വരുന്ന മാതാപിതാക്കളോട് എന്തു പറയും? കുറെ പേര് ആ കാലഘട്ടങ്ങളിൽ വന്നു. ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രായമുള്ള ഇവിടെയുള്ള പലരും മറന്നിട്ടില്ല എന്നെനിക്കറിയാം. പത്രത്തിലൊരു മഹാവാർത്ത, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ റാഗിംഗ് നിർത്തലാക്കി. എന്താ കാരണമെന്നറിയാമോ? അന്നത്തെ വൈസ് ചാൻസലറുടെ ഏക മകൻ നവരശു, ഞാൻ മരിച്ചാലും മറക്കില്ല പേര്, നവരശ് ഡേവിഡ് ജോൺസൺ എന്ന് പറയുന്ന സഹവിദ്യാർത്ഥിയുടെ കത്തിയാൽ ഖണ്ഡിക്കപ്പെട്ട് കഷ്ണം കഷ്ണമായിട്ട് ബാത്റൂമില് അവിടെ മുറിയുടെ മൂലയ്ക്ക് വേസ്റ്റ് കൊട്ടയിലൊക്കെ കഷ്ണം കഷ്ണമായിട്ട് കൊണ്ടുപോയി ഇട്ടു, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടു. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചപ്പോ ഞാൻ സന്തോഷം കൊണ്ട് ആരും കാണാതെ ഈശോയുടെ മുന്നിൽ പോയിരുന്ന് കൈയടിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ അതേ സന്ദേശം കൊണ്ട് അതേ സക്രാരിയുടെ മുന്നിൽ പോയിരുന്ന് കൈയടിച്ചെങ്കിൽ അത് നവരശിന്റെ മരണം മാത്രമായിരുന്നു.
ഒരു രക്തസാക്ഷി വേണ്ടിയിരുന്നു. അതും സ്വന്തം മകൻ തന്നെ വേണ്ടിയിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി വന്ദന, നിങ്ങൾ ആഗ്രയിൽ പോയി, നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി, ചേരികളിൽ പോയി, അങ്ങനെ എന്തെല്ലാം ഈ കേരളത്തെയൊക്കെ കേരളമാക്കിയ ജാതി വർണ്ണ വർഗ പാർട്ടി വ്യത്യാസമില്ലാതെ മിഷണറിമാരുടെ പ്രകാശം പരത്താൻ. അതിനായിരുന്നില്ലേ നിങ്ങൾ പോയത്? അതല്ലേ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോരുമില്ലാത്ത ഈ ഭാരതത്തിൽ, ആരോരുമല്ലാത്ത നമ്മുടെയൊക്കെ ആരുമല്ലാത്ത മക്കളെ, അനാഥരെ, അഗതികളെ, ആകുലരെ, കുഷ്ഠരോഗികളെ, അക്ഷര വലിച്ചു വളരാത്തവരെ, ബഹുമാനപ്പെട്ട വേദികളോടും സിസ്റ്റേഴ്സിനോടും ഞങ്ങൾ അൽമായരൊപ്പമുണ്ട്. ലോകമെങ്ങുമുള്ള കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങൾ കവിലച്ചനോടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുവോരങ്ങളിലാണ്. ആ ശബ്ദം തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെയും ചെവിയിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തീർച്ചയായിട്ടും അത് എത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ പ്രമേയം ഇവിടെ അവതരിപ്പിക്കും. ജാതിയുടെയോ മതത്തിന്റെയോ വംശത്തിന്റെയോ നിറത്തിന്റെയോ ഭാഷയുടെയോ രാഷ്ട്രീയ നിലപാടുകളുടെയോ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന നിയമങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ അസഹിഷ്ണുതയുടെ പേരിൽ ബെച്ചറുകൾ പോലുള്ള തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മതപരിവർത്തനം എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് രാജ്യത്ത് ക്രൈസ്തവ മിഷണറിമാരെ വേട്ടയാടുന്നത് തികച്ചും അപലനീയവും പ്രതിഷേധാർഹവുമാണെന്ന് പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന കൗൺസിലും കത്തോലിക്ക കോൺഗ്രസ് പേരാവൂർ ഫൊറോന കമ്മിറ്റിയും ഗ്ലോബൽ സമിതിയും നിലപാടെടുക്കുന്നു. മധ്യപ്രദേശിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി അപമാനിച്ചവരെയും അതിന് കൂട്ടുനിന്ന ജനാധിപത്യ മതേതരത്വ നിയമങ്ങളെ ചവിട്ടിമെതിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെയും ഈ സമ്മേളനം അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിത്തിരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതമേരിയെയും ഉടനടി തുറകിൽ നിന്ന് മോചിപ്പിക്കുവാൻ പ്രധാനമന്ത്രിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അവതാരകൻ ജോണി തോമസ് വടക്കേക്കര, അനുവാദകൻ ഒരു റവറന്റ് ഫാദർ മാത്യു തെക്കേപ്പള്ളി, ആർച്ച് ബിഷപ്പ്. അടുത്തായിട്ട് നമ്മുടെ വിവിധ സംഘടനകളുടെ ഫൊറോനയിലുള്ള വിവിധ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മതപരിവർത്തനം എന്ന ദുരാരോപണം ഉന്നയിച്ച് അകാരണമായി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മതപരിവർത്തനം എന്ന ദുരാരോപണം ഉന്നയിച്ച് അകാരണമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിച്ച് നീതി നടപ്പിലാക്കണമെന്ന് പേരാവൂർ ഫൊറോനയിലെ വിവിധ ക്രൈസ്തവ സംഘടനകൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. അവതാരകൻ റോസൻ ഗോവൻ, ചെറുപുഷ്പ മിഷനറി മേഖലാ പ്രസിഡന്റ്. അനുവാദകൻ റവറന്റ് ഫാദർ മാത്യു തെക്കേമൂറി, ആർച്ച് പ്രീസ്റ്റ്. പഴയ നിർദ്ദേശങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഈ റോഡിന്റെ നടുക്ക് അല്പം വഴി നിന്നുകൊണ്ട് രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് ഒരു മാർഗം.
Yeah.